എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കാൻ വേണ്ടി പോവാണ്. ഈ വിവാഹത്തിനോട് മുൻപ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് വിവാഹ നിശ്ചയം എന്ന് പറയുന്ന കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഈ വിവാഹ നിശ്ചയം, ആ ചടങ്ങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തിനാണ് ഈ നിശ്ചയം എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? എങ്ങനെയാണ് നടത്തേണ്ടത്? നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഓരോ ജാതി വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഓരോ ദേശക്കാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാരവിധികളാണ് ഉള്ളത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പറയുന്ന വിവാഹ നിശ്ചയം നടത്തുന്നത്. പക്ഷെ ഇതെന്തിന് ചെയ്യുന്നു, എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കോമണായിട്ട്, വളരെ ലളിതമായിട്ട്, എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, വിവാഹ നിശ്ചയം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ 1 വർഷം കാത്തിരിക്കേണ്ടി വരും. തീരുമാനിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തേക്കെല്ലാം പറഞ്ഞു വെക്കാറുണ്ട്. ചിലപ്പം ചെറുക്കൻ വിദേശത്തായിരിക്കും, അപ്പോൾ അവന് ലീവിന് വരണം, അല്ലെങ്കിൽ പെണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ആ പഠനം കഴിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ദീർഘകാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ 1-2 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രം, കാരണം ഈ ആഴ്ച തീരുമാനം എടുത്തു, അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിവാഹം നടത്തും. ഏത് വിവാഹമായാലും അത് മുന്നോടിയായിട്ട് വധുവിൻ്റെയും വരൻ്റെയും കുടുംബാംഗങ്ങൾ ചേർന്ന് ഈ വിവാഹം എങ്ങനെ നടത്തണം, എപ്പോൾ നടത്തണം, ഏത് വിധത്തിൽ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതാണ് വിവാഹ നിശ്ചയം. അപ്പോൾ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും എന്താ വേണ്ടത്? വധുവിൻ്റെയും വരൻ്റെയും കുടുംബാംഗങ്ങളുടെ സംഗമമാണ്, ആദ്യത്തെ സംഗമമാണ്. അതിനു മുമ്പ് വരെ ചെറുക്കനും പെണ്ണും കണ്ടു കാണും, ചെറുക്കൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ കണ്ടു കാണും, പെണ്ണിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും കണ്ടു കാണും, പിന്നെ ആരും കണ്ടു കാണില്ല. അപ്പോൾ ഈ വളരെ വേണ്ടപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും, അടുത്ത സുഹൃത്ത് ബന്ധുക്കളൊക്കെ തന്നെ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കുടുംബാംഗങ്ങളെ അടുത്തറിയാനുള്ള ഒരു വേദി കൂടിയാണ് വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങ് നടത്തേണ്ടത് യഥാവിധി സ്ത്രീയുടെ അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടിലാണ്. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷവും വധുവിൻ്റെ വീട്ടിൽ നിന്നും ആ ചടങ്ങ് മാറ്റി വലിയ ഹാളുകളിൽ, ഓഡിറ്റോറിയങ്ങളിലൊക്കെ ആക്കുകയാണ്. വിവാഹത്തെക്കാൾ കേവലമാക്കുകയാണ് വിവാഹ നിശ്ചയം എന്നർത്ഥം. അപ്പോൾ വീട്ടിൽ സൗകര്യമില്ല, അതുകൊണ്ട് അത് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ യഥാവിധി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വധുവിൻ്റെ ഗൃഹത്തിൽ വെച്ച് ചെയ്യുന്നതാണ് എന്നർത്ഥം. ഈ വധുവിൻ്റെ ഗൃഹത്തിൽ വരുമ്പോൾ അവിടെ വധുവിൻ്റെ വീട്ടുകാർ അതിഥി മര്യാദയായി അവിടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓഡിറ്റോറിയത്തിലാകുമ്പം ആ മര്യാദക്ക് അവിടെ സ്ഥാനമേ ഇല്ല, കാരണം 2 ആൾക്കാരും അവിടെ പുതുമയുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ യഥാവിധി നമ്മുടെ ഭാരതീയ സംസ്കാരം അല്ല കേരളീയ സംസ്കാരത്തിനനുസരിച്ച് സനാതനധർമ്മ വിശ്വാസികൾ ചെയ്യുന്ന ചടങ്ങ് വ്യത്യസ്തമാണെങ്കിൽ പോലും നമുക്ക് വേണ്ടുന്നത് സ്വീകരിക്കാം, അല്ലാത്തത് നമുക്ക് തള്ളിക്കളയാം. യഥാവിധി ഈ വധുവിൻ്റെ വീട്ടിൽ ഇന്ന ദിവസം വെച്ച് നടത്തുന്നു എന്ന് പറയും. അങ്ങനെ ആ വീട്ടിലേക്ക് വരന്റെ കുടുംബാംഗങ്ങളും വധുവിൻ്റെ ക്ഷണിക്കപ്പെട്ട ആൾക്കാരും അവിടെ എത്തിച്ചേരുന്നു. വരന്റെ കുടുംബാംഗങ്ങൾ അവിടെ വരുന്ന അവസരത്തിൽ വധുവിന് വേണ്ടുന്ന, കാരണം ഭാവി മരുമകളായി വരുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന സമ്മാനങ്ങൾ ഇവർ കൊണ്ടുവരും. എന്നാൽ ഇന്ന് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൊണ്ടുപോകാറില്ല. പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലയിലും കർണാടക മേഖലയിലും കേരളത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും ഇത് വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ, അതുപോലെ പലഹാരങ്ങൾ, അതുപോലെ വസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെ തന്നെ
ഈ പെൺകുട്ടി ഇനി മുതൽ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിലുള്ള മഹാലക്ഷ്മിയാണ് എന്നുള്ള സങ്കല്പത്തിൽ അവൾക്ക് വേണ്ടുന്ന സമ്മാനങ്ങളുമായി വരൻ്റെ വീട്ടുകാർ വധുവിൻ്റെ വീട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ നടക്കുമോ? നടക്കില്ല. കാരണം എന്താ? ആ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വധുവിൻ്റെ വീട്ടിലേക്ക് അത് കൊണ്ടു കൊടുത്ത് അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ചടങ്ങെന്ന് വെച്ചാൽ ഈ വന്ന ആൾക്കാരെ സൽക്കരിക്കുക എന്നുള്ളതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? ഈ പറയുന്ന വധുവിൻ്റെ അച്ഛനും അമ്മയും കാരണവന്മാരും സഹോദരന്മാരും ഒക്കെ ചേർന്നാണ്. അവരവരെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന ചായ അല്ലെങ്കിൽ തണുത്ത കുടിക്കാനുള്ള വെള്ളം, പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഒക്കെ നിരത്തി ഇവരെല്ലാവരും സന്തോഷിപ്പിക്കും. നമ്മുടെ വീട്ടിൽ വന്നാൽ അതിഥി ദേവോ ഭവ എന്ന ഭാവത്തിൽ അവരെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് അവർക്ക് യഥാവിധി അവരെ വന്ന മുഴുവൻ ആൾക്കാരെയും ഒന്നിച്ചിരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുത്തിയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടാകും. ഇത്രയും ആൾക്കാർ വരുന്നവരാൽ അതിനനുസരിച്ചുള്ള സൗകര്യമാക്കും. ഇന്ന് അങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ ചെറിയ വളരെ ഒരു 10 25 ആൾക്കാരാണെങ്കിൽ ഇന്ന് 250 300 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചിരുത്താനുള്ള സൗകര്യം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 3 തവണയായി ഇരുന്നിട്ട് അവരുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഈ വധുവിൻ്റെ വീട്ടുകാരായ ആൾക്കാരുണ്ട്, അവർക്കും ഇതേപോലെ കാര്യങ്ങൾ ക്ഷണിച്ചു വന്ന ആൾക്കാരുണ്ട്, അവർക്കും കൊടുത്ത് ഈ ചായ സൽക്കാരം കഴിഞ്ഞാൽ പിന്നീട് നിശ്ചയത്തിൻ്റെ ചടങ്ങാണ്. നിശ്ചയത്തിൻ്റെ ചടങ്ങിന് വേണ്ടി അവർ പ്രത്യേക സജ്ജമാക്കിയ ഒരു വേദി ഉണ്ടാവും കിഴക്കോട്ട് അഭിമുഖമായിട്ട്. ഈ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഉള്ള ഈ വേദിയിൽ സാമാന്യ ഒരു മേശയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പണ്ട് കാലങ്ങളിൽ തറയിലിരുന്നാണ് ചെയ്യാറ്. ഇന്ന് തറയിലല്ല, ഇന്ന് പരമാവധി മേശയും കസേരയൊക്കെ ഇട്ടാണ് ചെയ്യാറ്. പണ്ട് കാലങ്ങളിൽ തറയിൽ പായ വിരിച്ച് തുണി വിരിച്ച് അതിലാണ് ഇരു വിഭാഗങ്ങളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് ആ ഇരുത്തത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏതായാലും കിഴക്കോട്ടേക്ക് നോക്കിയിരിക്കുന്ന ആ വേദിയിൽ വധുവിൻ്റെ ആൾക്കാരാണ് ആദ്യം അവിടെ വരിക. അതിന് മുന്നോടിയായിട്ട് ഈ വധുവിൻ്റെ അമ്മ ഇവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കും. കാരണം നിലവിളക്ക് കൊളുത്താനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന ഹൈന്ദവ സനാതന ധർമ്മത്തിലെ ആൾക്കാർ ഏത് കർമ്മം ചെയ്യുമ്പോഴും അഗ്നിസാക്ഷിയായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അഗ്നിയെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിലവിളക്ക് കൊളുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിളക്കിലെ തിരി ഒന്ന് ഈ വേദിയുടെ ഭാഗത്തിരിക്കുന്ന ആൾക്കാർക്കും ഒന്ന് വേദിയിലേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെയും ഭാഗത്തൊക്കെ ആയിട്ടാണ് തിരിയിടുക. ഓൾറെഡി കിഴക്കോട്ട് തന്നെയാണ് വേദിയുടെ മുഖമെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ടിടും. ഇനി ചില വീടുകളിൽ അതിന് സൗകര്യമില്ല എങ്കിൽ തെക്കോട്ടോ വടക്കോട്ടോ ആണ് അവർക്ക് സൗകര്യമുള്ളത് വേദി ഒരുക്കലെങ്കിൽ ആ അവസരത്തിലും ഈ വിളക്കിലെ തിരിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേദിയിലിരിക്കുന്ന കാരണവന്മാരുടെ നേർക്കൊരു തിരിയും അതുപോലെ മുന്നിലിരിക്കുന്ന ആ ബന്ധുജനങ്ങളുടെ നേർക്ക് ഒരു തിരിയും എന്ന വിധത്തിൽ 2 തിരിയിടാം, അല്ലെങ്കിൽ 5 തിരിയിടാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇടാം എന്നർത്ഥം. അങ്ങനെ ആ വേദിയിൽ ആദ്യം വധുവിൻ്റെ കുടുംബത്തിലെ കാരണവർ സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന ഒരു കാര്യകർത്താവ് അവിടെ വരും. എന്നതിന് ശേഷം വധുവിനെ കുടുംബാംഗത്തെ ആദ്യം പരിചയപ്പെടുത്തും. അവരൊക്കെ വേദിയിലുണ്ടാവുക. അപ്പോൾ ആദ്യം വധുവിൻ്റെ അച്ഛനെ വിളിക്കും, അച്ഛനെ പരിചയപ്പെടുത്തും. ഇന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ, ഉദാഹരണത്തിൽ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആള് ഇന്ന ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇത്ര മക്കളുണ്ട്, അപ്പോൾ അദ്ദേഹമാണ് ഈ വീടിൻ്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ വിവരിച്ച് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കും. അദ്ദേഹം കൂപ്പുകൈയോടുകൂടി വേദിയിലേക്ക് വന്ന് എല്ലാവർക്കും അച്ഛനെ പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ്റെ വളരെ വേണ്ടപ്പെട്ട അച്ഛൻ്റെ അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കില്ല. അമ്മയുടെ കാരണവരെ വിളിക്കും. അമ്മയുടെ കാരണവരെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കാരണവർ വെച്ചാൽ അമ്മയുടെ സഹോദരൻ എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ കാരണവർ. ഇനി അമ്മയുടെ കാരണവരുണ്ടെങ്കിൽ അവരെയാണ് വിളിക്കുക, മുതിർന്ന ആളെയാണ് വിളിക്കുക. അപ്പോൾ ആ അവസരത്തിൽ അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള ആ കാരണവരും വരും, അവരെയും പരിചയപ്പെടുത്തും. അതിനുശേഷം അവിടെ പ്രധാനപ്പെട്ട 1-2 ആൾക്കാർ, അവിടുത്തെ വധുവിൻ്റെ കുടുംബത്തിലുള്ള പ്രധാനികളായ ആൾക്കാരെ, സഹോദരനുണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ച് അവരൊക്കെ ഇതാക്കി വേദിയിലേക്ക് ഒരു 2-3 ആൾക്കാർ മാത്രം അവരിരുത്തും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്നാണ് പരിചയപ്പെടുത്തും. ഈ പരിചയപ്പെടുത്തുന്ന അവസരത്തിൽ
വേദിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, അല്ലാത്ത മുഴുവൻ ആൾക്കാരെയും പരിചയപ്പെടുത്താം. അങ്ങനെ വരുന്ന അവസരത്തിലാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അമ്മയെ ആ അവസരത്തിൽ പരിചയപ്പെടുത്താം. തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം തീരുമാനമെടുക്കുന്നത് ആയതുകൊണ്ട് സ്ത്രീകൾക്ക് ആ വേദിയിലേക്ക് പ്രവേശനമില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. മുതിർന്ന ആൾക്കാർ, അമ്മയുടെ കാരണവന്മാർ മറ്റുള്ളവരിലുള്ള വേദിയിൽ അമ്മയ്ക്ക് അവിടെ പ്രധാനമായിട്ട് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ വേദിയിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 or 6 ആൾക്കാരെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ്. അപ്പോൾ അമ്മയും വേണമെങ്കിൽ നമുക്ക് അവിടെ പരിചയപ്പെടുത്താം, സഹോദരനെ പരിചയപ്പെടുത്താം. ഈ പെൺകുട്ടിയായിട്ട് ബന്ധമുള്ള വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ അവിടെ പരിചയപ്പെടുത്തി. അതിനുശേഷം ചെറുക്കൻ്റെ വീട്ടുകാരുണ്ട്. ചെറുക്കൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ അച്ഛനെ ഇവർ ക്ഷണിക്കും. അപ്പോൾ വേദിയിലുള്ളത് 2 or 3 പേരേ ഉള്ളൂ. ഈ പരിചയപ്പെടുത്തുന്ന ആൾ വേറെ. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരെ ചെറുക്കൻ്റെ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛൻ്റെ പേര് പറയുന്നു, അച്ഛൻ്റെ ഗുണഗണങ്ങൾ പറയുന്നു, എത്ര മക്കളുണ്ടെന്ന് പറയുന്നു, ഭാര്യയുടെ പേര് പറയുന്നു. അങ്ങനെ അച്ഛനെ എല്ലാം പറഞ്ഞ ശേഷം അച്ഛനെ വേദിയിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നു. അതേപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഇതേപോലെ ഒരു 2 or 3 ആൾക്കാരെയും ക്ഷണിച്ച് വേദിയിൽ ഇരുത്തുന്നു. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും അവിടെ നിന്ന് വന്നിട്ടുള്ള ചെറുക്കൻ്റെ കുടുംബമായി വളരെയേറെ ബന്ധമുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഈ വേദിയിലേക്ക് ചെറുക്കനോ പെണ്ണോ വന്നിട്ടില്ല, കല്യാണ നിശ്ചയമാണ്. എന്നാൽ ചില കല്യാണത്തിന് ദീർഘകാലത്തേക്ക് വേണ്ടി വരുന്ന ചടങ്ങായിരിക്കും. ഇപ്പോൾ 1 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തിന് മേൽപോട്ടായിട്ടാണ് കല്യാണത്തിന് അവധിയുണ്ട്. 6 മാസത്തിന് മുമ്പ് കല്യാണം നടത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു ചടങ്ങാണ് പരസ്പരം ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സ്ത്രീയും പുരുഷനും വെച്ചാൽ വധുവും വരനും ആ വേദിയിലെത്തി അവിടെ നമ്മൾ മോതിരം മാറുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ അവിടെ വധുവും വരനും വരും. പക്ഷെ അവരെ ഈ ഒരു അവസരത്തിലല്ല പരിചയപ്പെടുത്തുക എന്നർത്ഥം. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ 2 വിഭാഗത്തെയും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയുള്ളത് വിവാഹ പത്രം തയ്യാറാക്കുക എന്നുള്ള ചടങ്ങാണ്. ഒന്നുകിൽ മുൻകൂട്ടി തന്നെ വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ ഇതിന് തയ്യാറായി ഒരു ജ്യോത്സ്യരത്ത് പോയിട്ട് ഒരു വിവാഹ പത്രം തയ്യാറാക്കിയിട്ടുണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ഇതേ വേദിയിലേക്ക് ജ്യോത്സ്യർ വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു വിവാഹ പത്രം തയ്യാറാക്കുന്നതായിരിക്കും. പക്ഷേ ഇതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, ഈ വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ പോയി ജ്യോത്സ്യരുടെ അടുത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്പസമയത്തിലുള്ള 1 മണിക്കൂർ സമയം വേണ്ടു, അതിന് നിശ്ചിത ദക്ഷിണ കൊടുത്തിട്ട് വരും. എന്നാൽ ഈ വേദിയിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാർ ഈ വിവാഹപത്രം തയ്യാറാക്കുമ്പോൾ അവിടെ ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ അതിലൊരു അവസരം ഉണ്ടാകും. മറ്റുള്ളവർക്ക് ഈ വിവാഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്ന് വാരി വെച്ച് നോക്കാനൊക്കെ ജ്യോത്സ്യർ തയ്യാറാവണം. അപ്പോൾ ആ ചടങ്ങ് തീരുന്നത് വരെ ജ്യോത്സ്യർ അവിടെ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെ വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാർ ഈ ജ്യോത്സ്യർക്ക് ദക്ഷിണ കൊടുക്കും. സാധാരണ ചെറിയൊരു ദക്ഷിണയായിരിക്കില്ല, മോശമല്ലാത്ത ഒരു ദക്ഷിണ കൊടുക്കേണ്ടതായി വരുന്നതുകൊണ്ട് ചില ആൾക്കാർ ഈ ഒരു അവസരത്തിൽ ജ്യോത്സ്യരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാവിധി ജ്യോത്സ്യർ ആ വേദിയിൽ ഉണ്ടാകുന്നതാണ് ഉത്തമം എന്നർത്ഥം. അപ്പം ഈ അവസരത്തിൽ ഈ വിവാഹ പത്രം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വിവാഹ പത്രത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് വിവാഹ മുഹൂർത്തം, വിവാഹം ഏത് സമയത്ത് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ വിവാഹ തീയതി കണ്ടെത്തണം. അപ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പറയും നമുക്ക് പിന്നീട് ദിവസവും മുഹൂർത്തം പിന്നീട് കാണാമെന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. എന്നാൽ യഥാവിധി നമ്മൾ വിവാഹത്തിൻ്റെ ആ ദിവസം മുൻകൂട്ടി കണ്ടെത്തുന്നത് ഉത്തമമാണ്. പിന്നീട് നമുക്ക് ഇതിനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ എന്ത് വേണം? വിവാഹ തീയതി നമ്മൾ കണ്ടെത്തണം, അതിൻ്റെ മുഹൂർത്തം നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ ജ്യോതിഷി എഴുതുമെങ്കിലും നമ്മുടെ തന്നെ ഒരാൾ ഇത് എഴുതുന്നത് നന്നായിരിക്കും. പിന്നെയോ വിവാഹത്തിൻ്റെ വേദി എവിടെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതും നമ്മളിവിടെ എഴുതിയെടുക്കണം. വിവാഹവേദി എന്ന് പറയുമ്പോൾ യഥാവിധി വിവാഹം നടത്തേണ്ടത് പണ്ടുകാലങ്ങളെ നടത്തുന്നത് വധുവിൻ്റെ വീട്ടിലാണ്. ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തരുത് എന്നാണ് വിധി. എന്നാൽ ഇന്ന് പണത്തിന് മാത്രം ആർത്തി വെച്ച് കിടക്കുന്ന
ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുന്നുണ്ട്. ഷോഡശ സംസ്കാരത്തിൽപ്പെട്ട 16 മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിലെ 16 ആചാരങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല. അതെല്ലാം തന്നെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ ഇതാണ് ഗർഭാധാനം എന്ന് പറയുന്നത്. ഷോഡശ സംസ്കാരത്തിൽ ഗർഭാധാനം ഈ പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ആ ഗർഭാധാന ചടങ്ങ് തൻ്റെ ബെഡ്റൂമിൽ വെച്ച് ചെയ്യുന്നതാണ്, ക്ഷേത്രത്തിൽ വെച്ചല്ല. ഏറ്റവും അവസാനം നടക്കുന്ന അന്ത്യേഷ്ടി കർമ്മം, മരണാനന്തര കർമ്മം എന്ന് പറയാം, അതും ഈ വീട്ടിൽ വെച്ച് നടത്തേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ 16 ചടങ്ങുകളും ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആചാര്യന്മാർ. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ വേണ്ടി തയ്യാറായി വരുന്ന വധുവരന്മാര് അവിടെ വെച്ച് വിവാഹം നടത്തിയാലും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് അവരെ കയറ്റിവിടില്ല. ക്ഷേത്രത്തിൽ കയറ്റില്ല അവരെ. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുവാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള, ധ്യാനിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ വരുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും ഈശ്വര ആരാധനയ്ക്ക് തയ്യാറായി വരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവിടെ വരുന്നത് എന്താ? വിവാഹത്തിന് തയ്യാറായി വരുന്ന ആൾക്കാരാണ്. അവിടെ വന്നതുകൊണ്ട് ഒന്ന് ഭഗവാനെ തൊഴുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിൽ വരുന്നത് ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്ക് വന്ന് ആ ഭഗവാനെ തൊഴുന്ന ആയിട്ടുള്ള ചടങ്ങാണെങ്കിൽ, ഇവിടെ വിവാഹത്തിന് വന്നു, വിവാഹ ആൾക്കാരുമായി പല ആൾക്കാരുമായി ഇടപഴകി അവരുടെ ചിന്തകളും സംസാര ശൈലികളും എല്ലാം മറ്റൊന്നാണ്. വധുവിൻ്റെതായാലും വരൻ്റെതായാലും ചിന്തകൾ പോലും മറ്റൊന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് ക്ഷേത്രത്തിൽ വെച്ചല്ല ചെയ്യേണ്ടത്, വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇനി വധുവിന്റെ വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ഗുണം കൂടിയുണ്ട്. കാരണം സ്വന്തം വീട്ടിൽ നിന്നാവുമ്പോൾ ആ പെൺകുട്ടിക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് കാര്യങ്ങളും ചെയ്യാനും പറ്റും. തൻ്റെ ബന്ധുക്കൾക്കിടയിൽ നിന്നും തൻ്റെ വീട്ടിൽ നിന്നാണ് ആ വധുവിന്റെ അച്ഛൻ ഈ വരന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുകയും അവിടെ നിന്നാണ് അവർ യാത്ര പറഞ്ഞു പോവുകയും വേണ്ടത്. അല്ലാണ്ട് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകേണ്ടതല്ല പെൺകുട്ടിയെ. നമ്മളൊക്കെ ചെയ്യുന്നറിയോ? ഏതെങ്കിലും വഴിയിൽ നിന്ന് വെച്ചിട്ട് വരൻ വധുവിനെ കൈപിടിക്കുക. പക്ഷെ വധുവിന്റെ വീട്ടിൽ വധുവിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം വീട്ടിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. ക്ഷേത്രത്തിനേക്കാളും ഉത്തമമായ സ്ഥലമാണ്, ക്ഷേത്രത്തെക്കാൾ ഉത്തമമായതല്ല, വിവാഹം നടത്താൻ ഉത്തമമായ സ്ഥലമാണ് ഓഡിറ്റോറിയം എന്നുള്ളത് കൊണ്ടും സൗകര്യം തീരെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ വീടും ഓഡിറ്റോറിയം അടുത്തടുത്താണെങ്കിൽ വീട്ടിൽ വെച്ച് വിവാഹം നടത്തി ഓഡിറ്റോറിയത്തിൽ സദ്യ ഒരുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഏതായാലും അത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വേദി നമ്മൾ ഇവിടെ കണ്ടെത്തണം എന്നുള്ളതാണ് ഉത്തമം. എന്ന് വെച്ചാൽ ഓഡിറ്റോറിയമാണോ വീടാണോ എവിടെയുള്ള ഓഡിറ്റോറിയമാണ് എന്നൊക്കെ വിശദമായി സംസാരിച്ചിട്ട് ആ ഇതും കൂടി ആ വിവാഹ പത്രത്തിൽ നമ്മൾ എഴുതി ചേർക്കണം. തീർന്നിട്ടില്ല. ഇതേ ദിവസം തന്നെ ഇതേ ജ്യോത്സ്യർ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി തീരുമാനിക്കേണ്ടത്. വധുവും വരനും വിവാഹം കഴിക്കാനുള്ള തീയതിയൊക്കെ കുറിച്ചുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ വിവാഹത്തിന് പൊതുസമൂഹത്തിന് മുഴുവൻ തന്നെ ക്ഷണിക്കാറുണ്ട്, ബന്ധുജനങ്ങളൊക്കെ. അപ്പോൾ ആ ക്ഷണിക്കുവാനുള്ള ഒരു മുഹൂർത്തം നമ്മൾ കാണണം. വിവാഹ ക്ഷണപത്രിക കൊണ്ടുപോയിട്ട് ക്ഷണിക്കുവാൻ, ബന്ധുജനങ്ങളെ ക്ഷണിക്കുവാനുള്ളൊരു മുഹൂർത്തം. മാത്രമല്ല, ഏത് ദിക്കിൽ നിന്നാണ് ക്ഷണിക്കേണ്ടത്, ഏത് ദിവസം, ഏത് സമയത്ത്, ഏത് ദിക്കിലുള്ള വീട്ടിലാണ് ക്ഷണിക്കേണ്ടത്. ഇപ്പൊ കിഴക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാറാട്ടാണോ ഏത് ദിക്കിൽ ആ ഭാഗത്ത് ആദ്യം വിളിക്കണം, ആദ്യം ക്ഷണിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൻ്റെയും ഇത് നമ്മൾ ഈ പത്രത്തിൽ എഴുതി വെക്കണം. ഇനിയോ ഇത് കൂടാതെ ഈ വിവാഹത്തിന് വേണ്ടുന്ന പെൺകുട്ടിക്ക് വേണ്ടുന്ന വസ്ത്രം, വിവാഹ വസ്ത്രം എടുക്കേണ്ടത് പുരുഷന്മാരാണ്, വരനാണ്. അപ്പൊ ആ വരൻ ആദ്യമായിട്ട് തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് വാങ്ങുന്ന വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മന്ത്രകോടിക്ക്. അപ്പോൾ ആ മന്ത്രകോടിയായിട്ടുള്ള വിവാഹ വസ്ത്രം എടുക്കുന്നതിനുള്ള ഒരു മുഹൂർത്തമുണ്ട്. ഇതിനൊക്കെ എല്ലാത്തിനും മുഹൂർത്തം നോക്കുന്ന ആൾക്കാരാണ്. ആ മുഹൂർത്തത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ചടങ്ങാണ് അത്. അതുള്ളത് കൊണ്ട് അത് നമ്മൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഉത്തമം. ദോഷമുണ്ടോ? ദോഷം ഉണ്ടാവണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പുറത്താക്കും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ദിവസം നമ്മൾ കണക്കാക്കുന്നു. ഏത് ഈ വധുവിന് വിവാഹ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന കടയിൽ പോകാം എന്നൊരു ധാരണ നമ്മൾ എടുക്കും.
അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒന്നിച്ചു പോകുന്ന ആൾക്കാരെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യും എന്നർത്ഥം. അപ്പൊ ആ വിവാഹ വസ്ത്രം എടുക്കുന്നതിനുള്ള ദിവസം നമ്മൾ കണക്കാക്കണം. ആഭരണം വാങ്ങണം. അവൾക്ക് കെട്ടേണ്ട താലി പവിത്രമായ ചരട. അപ്പൊ ആ പവിത്രമായ ചരട് തയ്യാറാക്കാനും അതിന് വേണ്ടുന്ന പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാനും അതിന് പണം കൊടുത്ത് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം നമ്മൾ കണക്കാക്കും. കാരണം വിവാഹം നമ്മൾ എങ്ങനെ നടത്തി കഴിഞ്ഞാലും ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസപ്രകാരം ഈ ഒരു താലിച്ചരട് അവളുടെ കഴുത്തിലേക്ക് കെട്ടുമ്പോൾ അന്ന് മുതൽ ഇവർ തമ്മിൽ ഭാര്യാഭർത്തൃബന്ധമായി എന്നാണ്. ഒരു പെൺകുട്ടി ഒരു ചെറുക്കന്റെ കയ്യിലാണ് ഇതുപോലെ ഒരു ചരട് കെട്ടുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുടെ കയ്യിലാണ് ഈ ചരട് കെട്ടുന്നുണ്ടെങ്കിൽ അതൊരു സഹോദരീ ബന്ധമുണ്ടായി അല്ല സഹോദര ബന്ധമുണ്ടായി എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ കഴുത്തിലാണ് ആ ചരട് കെട്ടുന്നെങ്കിൽ അത് ഭാര്യാഭർത്തൃബന്ധമാണ് അവിടെ കാണിക്കുന്നത്. കാരണം ആ പുരുഷന്റെ മുന്നിൽ തലകുനിക്കുന്ന ആ പെൺകുട്ടി ഇനി മുതൽ പൂർണ്ണമായും ഈ ചെറുപ്പക്കാരന്റെ സംരക്ഷണയിലാണ്. മരണം വരെ ആ പെൺകുട്ടിക്ക് ദുഃഖമോ ദുരിതമോ ഒന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ മന്ത്രച്ചരട് കെട്ടുന്നത്. അപ്പൊ അത് വാങ്ങിക്കുവാനുള്ള ഒരു മുഹൂർത്തം നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കണം എന്നർത്ഥം. ഇത് കൂടാതെ വരനും കൂട്ടരും വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങല്ലോ. അപ്പൊ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നമുക്കറിയാം. വിവാഹ നിശ്ചയം കഴിയുന്ന സമയത്ത് അതിനുശേഷം ചിലപ്പം വധുവിന്റെ വീട്ടിലായിരിക്കും വിവാഹം നടക്കുക, ഓഡിറ്റോറിയത്തിലായിരിക്കും വിവാഹം നടക്കുക. വധുവിന്റെ വീട്ടുകാർ ഇറങ്ങേണ്ട ഒരു സമയമുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട, അതുകൊണ്ട് വധുവിന്റെ വീട്ടുകാർ അങ്ങനെ നോക്കാറില്ല. കാരണം ബഹുഭൂരിപക്ഷവും വീട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ വരൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാവുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നല്ല മുഹൂർത്തത്തിൽ പോയിട്ട് വേണം കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ വരൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു സമയം, വരനും കൂട്ടരും പെൺകുട്ടിയെ കൂട്ടാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം, മുഹൂർത്തം കൃത്യമായി നോക്കണം എന്നർത്ഥം. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞ്, വിവാഹത്തിന്റെ മുഹൂർത്തം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയായിട്ടുള്ള മഹാലക്ഷ്മിയെയും കൂട്ടി വരന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയവും നോക്കണം, സമയവും മുഹൂർത്തം. കാരണം അവിടെ ആ ശുഭമുഹൂർത്തത്തിൽ വേണം ആ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ വേണം ആ ഒരു ചടങ്ങ് ചെയ്യാൻ. അതും കൂടി നമ്മൾ നോക്കണം. അപ്പൊ വിവാഹപത്രത്തിൽ എന്തൊക്കെ എഴുതണമെന്ന് മനസ്സിലായില്ലേ? തീർന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യാത്തതായിട്ട് ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഒരു മുഹൂർത്തം കൂടിയുണ്ട്. ഇതിനെല്ലാം നമ്മൾ മുഹൂർത്തം നോക്കുന്നുണ്ടെങ്കിലും മുഹൂർത്തം നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. ബാക്കി എല്ലാത്തിനും മുഹൂർത്തം നോക്കുന്നുണ്ട്. നമ്മൾ ആഭരണം വാങ്ങാൻ വേണ്ടിയിട്ട്, വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട്, വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അതിന് ദിക്ക് നോക്കുന്നുണ്ട്. അതുപോലെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള സമയം നോക്കുന്നുണ്ട്. വരന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം, തിരിച്ചു കൊണ്ടുവരേണ്ട സമയം, ഇതിനെല്ലാം മുഹൂർത്തം നോക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ എന്നും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ അവസാനം വരെ എനിക്ക് തുണയായി നിൽക്കേണ്ട ഒരു സന്താനം ഉണ്ടാകണം. എനിക്ക് നല്ല പേരും പ്രശസ്തിയും എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സന്താനമായിരിക്കണം അത്. അപ്പൊ അങ്ങനെയുള്ള സൽസ്വഭാവിയായിട്ടുള്ള, ശാന്തനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള മകനോ മകളോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ കുട്ടി ഉണ്ടാകാൻ വേണ്ടി എന്തുകൊണ്ടൊരു മുഹൂർത്തം നോക്കുന്നില്ല? പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ വിവാഹത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു മുഹൂർത്തം നോക്കിയിരുന്നു. ആ മുഹൂർത്തത്തിനെയാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. ഇന്നും നിരവധി പേർ ഇങ്ങനെ മുഹൂർത്തം നോക്കിയിട്ടാണ് വിവാഹം നടത്താറ്. അപ്പോൾ ഈ വിവാഹം നടന്നതിന് ശേഷം ഏറ്റവും നല്ല ശുഭമുഹൂർത്തമായിട്ടുള്ള രാത്രിയിലുള്ള അന്ത്യയാമത്തിലെ ഏതെങ്കിലും ഒരു യാമത്തിലെ ഏറ്റവും ശുഭമുഹൂർത്തം, ഒരു കുട്ടി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ബീജം ദാനം നൽകുവാനുള്ള, ഗർഭം ദാനം നൽകുവാനുള്ള ഏറ്റവും ശുഭകരമായൊരു മുഹൂർത്തം നമ്മൾ കണ്ടെത്തണം.
ഈ മുഹൂർത്തത്തിനെയാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംഗമിക്കാനുള്ള ഒരു മുഹൂർത്തം. ഇത് മുഹൂർത്തം നോക്കാതെ ആക്രാന്തം പിടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കളും ഭ്രാന്തന്മാരെ പോലെയാകുന്നത്, അക്രമ സ്വഭാവികളായി തീരുന്നത്, മയക്കുമരുന്നിന് അടിമയായി തീരുന്നത്, അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായി തീരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത്, മോഷ്ടാവായി തീരുന്നത്, അല്ലെങ്കിൽ പിടിയന്മാരോ അല്ലെങ്കിൽ പീഡന വിരുദ്ധന്മാരോ സമൂഹത്തിനും സമാജത്തിനും ദോഷമുണ്ടാക്കുന്ന ആൾക്കാരോ ഒക്കെ ആയിത്തീരുന്നത്, മുൻകോപിയായി തീരുന്നത് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ്. പണ്ടുകാലങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് കൃത്യമായ മുഹൂർത്തം നോക്കിയിട്ടാണ് ആ ഗർഭം ദാനം നൽകിയിരുന്നത്. അപ്പോൾ ഗർഭം ദാനം നൽകാനുള്ള മുഹൂർത്തത്തിന് ശാന്തി മുഹൂർത്തം എന്ന് പറയും. ഈ അവസരത്തിൽ തന്നെ ശാന്തി മുഹൂർത്തവും അവരവിടെ കുറിക്കണം. ആ സമയത്ത് അതുവരെ യഥാവിധി പണ്ട് കാലങ്ങളിൽ ആ ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് വരെ വരനും വധുവും ഒരു മുറിയിൽ ഉണ്ടാവില്ല. ഇന്നങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ആ മുഹൂർത്തം നമ്മൾ നോക്കുന്നത് ഉത്തമമാണ്. ഇതുകൂടി നമ്മൾ എന്ത് വേണം? ഈ പറയുന്ന വിവാഹപത്രത്തിൽ എഴുതി ചേർക്കണം. ഈ വിവാഹപത്രം 2 കോപ്പികളാണ് വേണ്ടത്. ഒന്ന് വധുവിൻ്റെ കുടുംബത്തിനും കൊടുക്കും, ഒന്ന് വരൻ്റെ കുടുംബത്തിനും കൊടുക്കും. ഇത് നോക്കിയിട്ടാണ് പിന്നെ ഈ വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വരൻ്റെയും വധുവിൻ്റെയും ജാതകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ചെയ്യേണ്ടതും ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ്. ഈ അവസരത്തിൽ അവർക്ക് നല്ലൊരു മുഹൂർത്തമുണ്ടെങ്കിൽ, ആ വിവാഹ നിശ്ചയ സമയത്ത് നല്ല മുഹൂർത്തമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന വധുവിൻ്റെയും വരൻ്റെയും ജാതകങ്ങൾ കൂട്ടിച്ചേർത്ത് കയറുകൊണ്ട് ബന്ധിച്ച് അവരൊന്നായി തീരുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആ ചടങ്ങ് ചെയ്യാം, മുഹൂർത്തമുണ്ടെങ്കിൽ. അന്ന് മുഹൂർത്തമില്ല എങ്കിൽ വിവാഹത്തിന് മുന്നോടിയായിട്ട് മറ്റേതെങ്കിലും ഏറ്റവും ശുഭകരമായ ഒരു മുഹൂർത്തം, അതിനും മുഹൂർത്തം വേണം. ഈ പറയുന്ന ജാതകങ്ങൾ കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളത് ഈ വിവാഹപത്രത്തിൽ എഴുതി ചേർക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്രയും ആൾക്കാർ കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. എല്ലാവരുടെയും ഇഷ്ടാനുഷ്ഠാനാണ് ഏത് ഇന്ന ഡേറ്റിന് നടത്താമെന്ന് പറയുന്നത്. വരൻ്റെ വീട്ടുകാർ പറയും ഇന്ന ഡേറ്റിന് നമുക്ക് വിവാഹം നടത്താമെന്ന് പറയുമ്പോൾ വധുവിൻ്റെ വീട്ടുകാർ പറയും അല്ല, അന്ന് നമുക്കിവിടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെൺകുട്ടിയെ ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല, ഇങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ട്, അതുകൊണ്ട് ആ സമയം പറ്റില്ല, മാറ്റി വെക്കും. അപ്പോൾ വധുവിൻ്റെയും വരൻ്റെയും കുടുംബക്കാരാണ് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ ആ വേദിയിൽ വെച്ചിട്ട് കൃത്യമായ മുഹൂർത്തവും കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയ പത്രം ഇരുവർക്കും കൊടുത്ത് ആ ആചാര്യനായിട്ടുള്ള ജ്യോതിഷിക്ക് എന്തെങ്കിലും എല്ലാവരും കൂടി ദക്ഷിണ കൊടുത്ത്, ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ചിലപ്പം ഇത് ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിന് മുകളിലേക്ക് വിവാഹം നീട്ടി വെച്ചിട്ടുണ്ട്, 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യും? അവരെ വിവാഹബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഒരു റിംഗ് എക്സ്ചേഞ്ച് എന്നുവെച്ചാൽ മോതിരം മാറുക, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന വളമാറ്റാണ്. വളമാറ്റം നമ്മുടെ സംസ്കാരത്തിൽ പെട്ടതല്ല കേട്ടോ. മോതിരമാണ് പണ്ടേ പുരാണങ്ങളിൽ പോലുള്ളത്. ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ കൊടുത്തതും മോതിരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. മോതിരത്തിനാണ് പ്രാധാന്യം. മോതിരം 4-ാം വിരലിടുമ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാക്കുകയാണ് ചെയ്തത് പരസ്പരം. അപ്പോൾ ഇങ്ങനെ മോതിരം മാറ്റം നടത്തുന്നുണ്ടെങ്കിൽ യഥാവിധി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി അവർ പറയും. ഇനി വളയാണെങ്കിൽ എന്തായാലും, കാരണം വളയാണെങ്കിൽ പുരുഷനും വിട്ടുകൊടുക്കണം, സ്ത്രീക്ക് മാത്രമല്ല. അപ്പം മോതിരം മാറ്റം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടണം, എന്നാലേ ബന്ധമാവുമല്ലോ. അതുകൊണ്ടാണ് മോതിരം മാറ്റത്തിന് പ്രാധാന്യം. അപ്പോൾ മോതിരമാണെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടുന്ന കയ്യിലിടാവുന്ന മോതിരം ഉണ്ടല്ലോ, ആ അളവിലുള്ള മോതിരം പെൺകുട്ടിയുടെ വീട്ടുകാർ മുൻകൂട്ടി തയ്യാറാക്കി വെക്കും. ചെറുക്കന് വേണ്ടുന്ന മോതിരം ചെറുക്കൻ്റെ വീട്ടുകാർ മുൻകൂട്ടി തയ്യാറാക്കി അവിടെ വെക്കും. എന്നിട്ട് അത് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് അവിടെ വെച്ച് അവർ പരസ്പരം മാറും. പെൺകുട്ടിയുടെ കയ്യിലുള്ള പെൺകുട്ടിക്ക് ഇടാൻ വേണ്ടി വീട്ടുകാർ തയ്യാറാക്കുന്ന മോതിരത്തിന്റെ മുകളിൽ ചെറുക്കന്റെ പേരെഴുതും. ചെറുക്കൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള സ്വന്തം കൈക്കിടേണ്ട മോതിരം, അതിന്റെ മുകളിൽ പെൺകുട്ടിയുടെ പേരുമാണ് എഴുതുക.
എന്നിട്ട് ഈ വേദിയിലെത്തി ആ നിലവിളക്കിനെ സാക്ഷിയാക്കി, അഗ്നിയെ സാക്ഷിയാക്കി, ഗുരു കാരണവന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് കിഴക്ക് പടിഞ്ഞാറോട്ടാക്കി അവരെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മോതിരം പരസ്പരം മാറും. അപ്പൊ ആദ്യം പെൺകുട്ടി ചെറുക്കന്റെ കൈവിരലിലേക്കാണ് ഈ മോതിരം ഇടുന്നത്. എന്ന് വെച്ചാൽ പെൺകുട്ടി തയ്യാറാക്കിയതല്ല, ചെറുക്കൻ തയ്യാറാക്കിയ മോതിരം പെൺകുട്ടിയുടെ ആളുടെ കയ്യിൽ ആദ്യം കൊടുക്കും. പെൺകുട്ടി കൊണ്ടുവന്ന മോതിരം ചെറുക്കന്റെ വീട്ടുകാരുടെ കയ്യിലും കൊടുക്കും. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള ചെറുക്കന്റെ മോതിരം ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം ചെറുക്കൻ എന്ത് ചെയ്യും? ഈ മോതിരം അവളുടെ കയ്യിലും ഇട്ടുകൊടുക്കും. അവിടെ അവരുടെ സ്വാതന്ത്ര്യമായി, അവരുടെ ബന്ധമായി, അവർ തമ്മിലുള്ള ബന്ധമായി. ഈ അവസരത്തിൽ ആ വേദിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് ചെറുക്കനെയും പെണ്ണിനെയും എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. ആദ്യം പരിചയപ്പെടുത്തിയിട്ടില്ല, രണ്ടുപേരും പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ മോതിരം മാറ്റം കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രത്യേക സജ്ജമാക്കിയ ഒരു വേദി ഉണ്ടല്ലോ, ആ വേദിയിൽ നിന്ന് ആ മേശയൊക്കെ അങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ മേശയിലെ തറയിലാണെങ്കിലും അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പലകയൊക്കെ ഇട്ട് ഒരു തുണിയൊക്കെ വിരിച്ച്, ഒരു പലകയും തുണിയുന്നില്ലെങ്കിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഒരു കസേര വെച്ചിട്ടായാലും പ്രശ്നമില്ല, പരമാവധി പലക വെക്കുന്നത് നല്ലത്. അതിൽ അവരെ ഇരുത്തി പുരുഷന്റെ ഇടത് ഭാഗത്ത് പെൺകുട്ടിയെ ഇരുത്തി, അതിനുശേഷം ഈ പെൺകുട്ടിയുടെയും ചെറുക്കന്റെയും മുന്നിൽ നിലവിളക്ക്, പുതുവസ്ത്രം, ആ പുതുവസ്ത്രം ഒരു താലത്തിലാണ് വേണ്ടത്, കിണ്ടിയിൽ വെള്ളം വേണം, അതുകൂടാതെ നാഴിയിൽ അരി വേണം, ഉണങ്ങലരി. ഈ അരി എടുത്ത് അത് ഈ പറയുന്ന അരി എന്ന് പറയുമ്പോൾ ഇവിടെ അക്ഷതമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അക്ഷതം കൊണ്ട് ഈ പറയുന്ന വധുവിനെയും വരനെയും, ഭാവി വരനെയും വധുവിനെയും അനുഗ്രഹിക്കും. ആര്? അവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബാംഗങ്ങളിലെ മുതിർന്ന ആൾക്കാരെല്ലാവരും. ആദ്യം വധുവിൻ്റെ വീട്ടുകാരും പിന്നീട് വരന്റെ വീട്ടുകാരുമാണ് അനുഗ്രഹിക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓരോ ആൾക്കാരും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അരി തലയിലിട്ട് അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിലവിളക്കിലേക്ക് ഇടരുത്. അക്ഷതം ക്ഷതമില്ലാത്തതാണ്. അത് ഇവരുടെ ശിരസിലിട്ട് അനുഗ്രഹിക്കുമ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും ഈ ബന്ധത്തിൽ ഒരു ക്ഷതവും ഉണ്ടാവാതെ ദീർഘകാലം സുമംഗലികളായിരിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നുള്ള സങ്കല്പമാണ് അക്ഷതമിട്ടുകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നത്. അവസരത്തിൽ മുതിർന്ന കാരണവന്മാരുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, അമ്മയുടെ ചേച്ചി, ചേട്ടൻ, അനുജന്മാരൊക്കെ അങ്ങനെയല്ലേ. അതുപോലെ ഈ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അമ്മാവന്മാരും കുടുംബാംഗങ്ങളും അങ്ങനെ എല്ലാവരും ഇവരെ അനുഗ്രഹിക്കും. പക്ഷേ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന അവസരത്തിൽ ഈ ചെറുക്കനും ഈ പെൺകുട്ടിയും തൻ്റെ മുതിർന്നവരാണ്, തൻ്റെ കാരണവന്മാരാണ്. ഇത്രയും കാലവും അത് ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇനി മുതൽ എൻ്റെയും വീട്ടുകാരാണെന്ന് പെൺകുട്ടിയും, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും പെൺകുട്ടിക്ക് മാത്രമല്ല എൻ്റെയും കുടുംബാംഗങ്ങളാണ്, എൻ്റെയും അച്ഛനും അമ്മയുമാണെന്നുള്ള സങ്കല്പത്തിൽ അവരെല്ലാം ബഹുമാനിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള സങ്കല്പത്തിൽ ഈ പെൺകുട്ടിയും ചെറുപ്പക്കാരനും തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കാൻ വരുന്നവരുടെ പാദം ഇരുകൈകൾ കൊണ്ടും തൊട്ട് നമസ്കരിക്കേണ്ടതും ആവശ്യമാണ്. ഒരു ശീലം നമുക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ അവർ ശരിക്കും മനസ്സറിഞ്ഞ് കാല് തൊടുമ്പോൾ തന്നെ അറിയാതെ മനസ്സിൽ അവരുടെ ഉള്ളിൽ ഒരു വാത്സല്യം വരും. അങ്ങനെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന് ശേഷം ആ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നീട് ഇവർക്കുള്ളത് എന്താണ്? ഭക്ഷണമാണ്. അത് വധുവിൻ്റെ വീട്ടുകാരുടെ വകയാണ്. കാരണം എന്താ? ഇത് വധുവിൻ്റെ വീട്ടിലാണ് നടക്കേണ്ടത്. ഒരു കാരണവശാലും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആദ്യം ഓർമ്മയാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു ചടങ്ങ്. ഒരു ജീവിതം മാറ്റിമറിക്കാവുന്ന ഏറ്റവും പ്രധാനമായ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഒരു കാരണവശാലും ഒരു ജീവിയെയും കൊന്നിട്ടുള്ള ശവം വിളമ്പാൻ പാടില്ല. അവിടെ പുണ്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പുണ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ പുണ്യമായ സദ്യയാണ് ഒരുക്കേണ്ടത്, വിഭവ സമൃദ്ധമായ സദ്യ. നിർഭാഗ്യമെന്ന് വരട്ടെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇഞ്ചക്ഷൻ വെച്ച് മരവിപ്പിച്ച കോഴിയുടെയൊക്കെ മാംസം വിളമ്പുന്നൊരു ഘട്ടത്തിലാണ്, ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു പുണ്യകർമ്മത്തിൽ നിങ്ങൾ ഒന്നിൻ്റെയൊക്കെ ജീവൻ കളഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ പറയുന്ന ഇവർ കാരണം, ഇവരുടെ ഈ ബന്ധം കാരണം കുറേ ജീവജാലങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഇവർക്കും ആ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. കാരണം താൻ നിരന്തരം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകയെന്നേ വരും. താൻ കാരണമാണ് അത്രയും ജീവജാലങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നോ രണ്ടോ ജീവജാലങ്ങളല്ല. അപ്പോൾ അതിന് കാരണക്കാർ നമ്മളാണ്. നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു അന്നത് വേണ്ട എന്ന്. നിങ്ങൾ മറ്റേതെങ്കിലും സമയത്ത് തിന്നോളൂ. ഇന്നത്തെ ദിവസം അത് പുണ്യമാണ്. ഈ പെൺകുട്ടിയെയും ഈ ചെറുപ്പക്കാരനെയും അവരുടെ മാതാപിതാക്കളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. ആ സന്തോഷകരമായ ദിവസത്തിൽ മറ്റുള്ള ഒന്നിൻ്റെ സന്തോഷം കെടുത്തുക ശരിയായ നടപടിയല്ല. അതിനുശേഷം നിങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സൗകര്യം പോലെ നിങ്ങൾ കൊല്ലുകയോ വാങ്ങുകയോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഈ ഒരു ദിവസം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ആ സദ്യയൊക്കെ കൊടുത്ത് അതിനുശേഷം വരൻ്റെ വീട്ടുകാർ തിരിച്ച് പോകുമ്പോൾ അവരുടെ വാഹനത്തിനടുത്ത് വരെ ഈ പറയുന്ന പെൺവീട്ടുകാരെല്ലാവരും വന്ന് അവരെ യാത്രയാക്കുകയാണ് വേണ്ടത്. ഇത് ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇതാണ് വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.